നെഹ്റു വള്ളംകളി മത്സരം തൃശൂരിലെ ഓസ്കാർ ഇവന്റ്സിനെ ഒഴിവാക്കാൻ വ്യാജ വാർത്തകൾ നൽകിയവരുടെ ഉദ്ദേശശുദ്ധി തിരിച്ചറിയണമെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ. തൃശൂർ ഓൺലൈൻ പ്രസ് ക്ലബിൽ ഞായറാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഓഗസ്റ്റ് 22-നാണ് നെഹ്റു വള്ളംകളി മത്സരം നടക്കുന്നത്. മത്സരത്തിന് ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നതിന് ആഘോഷ കമ്മിറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിൽ തൃശൂരിലെ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റിനെ ചർച്ചയ്ക്കായി ക്ഷണിച്ചിരുന്നു. കളക്ടർ ഷാജി വി നായർ, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. എന്നാൽ കൊട്ടേഷൻ ഉറപ്പിക്കുമെന്ന സാഹചര്യത്തിൽ ഇതൊഴിവാക്കാൻ വ്യാജവാർത്തകൾ നൽകിയവരുടെ ഉദ്ദേശശുദ്ധി തിരിച്ചറിയണമെന്ന് ഓസ്കാർ ഇവന്റ് സിഇഒ PS ജനീഷ് അറിയിച്ചു. കൊട്ടേഷൻ ക്ഷണിച്ച് നിരവധി പേർ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ മികച്ച രീതിയിൽ അവതരണ വീഡിയോ നൽകിയ ഓസ്കാർ ഈവന്റ്സും മറ്റൊരു കമ്പനിയുമാണ് അവസാന റൌണ്ടിലേക്ക് സംഘാടകർ ചർച്ചയ്ക്കായി ക്ഷണിച്ചത്. ഓസ്കാർ കൂടാതെയുള്ള കമ്പനി കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ MLA ഉമാ തോമസ് അപകടത്തിൽപ്പെട്ട സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഓസ്കാർ ഈവന്റ്സിനാണെന്ന് പറഞ്ഞ് ചർച്ചയിൽ തർക്കമുണ്ടാക്കി. ഇതേ തുടർന്ന് കമ്മിറ്റി ഒന്നടങ്കം അവരെ എതിർത്ത് യോഗത്തിൽ നിന്നും പുറത്തുപോകാനും ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് ഓസ്കാറിനെതിരെ വാർത്ത നൽകിയത് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. അവരെ യോഗത്തിൽ നിന്ന് പുറത്താക്കിയത് വള്ളംകളി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. തുടർന്ന് ഓസ്കാർ മാത്രമേ പരിഗണനയ്ക്ക് വരികയുള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് ഇതേ കമ്പനി മുൻപ് നടന്ന ഇവന്റുമായി ബന്ധപ്പെടുത്തി ആരോപണം ഉന്നയിക്കുന്നത്. ആവശ്യമായ അനുമതി പത്രങ്ങൾ സമാഹരിച്ച് സംഘാടകർ പറയുന്നതിനനുസരിച്ച് നടത്തിക്കൊടുക്കുക എന്ന ചുമതല മാത്രമാണ് ഈവന്റ് കമ്പനിക്കുള്ളത്. ഓസ്കാർ ഈവന്റിന്റെ പ്രവർത്തനങ്ങൾ തടയുന്നതിലൂടെ 40ഓളം കുടുംബങ്ങളുടെ ജീവനോപാധിയാണ് നഷ്ടപ്പെടുത്തുന്നത്. ഉമാ തോമസ് MLAയുടെ കാര്യത്തിൽ സംഭവിച്ചത് നിർഭാഗ്യകരമാണ്. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി വരെ ഏറ്റെടുത്തതാണ് ഓസ്കാർ ഈവന്റ് കമ്പനി. കമ്പനിയുമായുള്ള ബിസിനസ്സിൽ കുറച്ചുകാലമായി തുടരുന്ന അകറ്റി നിർത്തൽ ഉപേക്ഷിക്കണമെന്നും ഓസ്കാർ ഈവന്റ് CEO PS ജനീഷ് ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ നിരഞ്ജനും പങ്കെടുത്തു. അപ്പോൾ അവരുടെ റിക്വയർമെന്റ് മൃദംഗ വിഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ റിക്വയർമെന്റ് എന്തായിരുന്നു വെച്ചാൽ, മെയിൻ സ്റ്റേജിൽ അവര് ഉദ്ഘാടനത്തിന് മെയിൻ സ്റ്റേജ് ഒരു 60ഓളം ആർട്ടിസ്റ്റുകൾ ഡാൻസ് കളിക്കുന്ന ഒരു സ്റ്റേജും, അതിന്റെ തൊട്ട് താഴെയായി അവർക്ക് ഗിന്നസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സബ് സ്റ്റേജും വേണം എന്നുള്ളൊരു റിക്വയർമെന്റാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അത് പ്രകാരം ഞങ്ങൾ സ്റ്റേജൊക്കെ അറേഞ്ച്മെന്റ്സ് ചെയ്തു. അതിനുശേഷം ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്ന നിലവിളക്ക് കത്തിക്കുന്ന പരിപാടി ഗ്രൗണ്ടിന്റെ നടുക്ക് ദിവ്യോണ്ണി ഡാൻസ് കളിക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ഈ നിലവിളക്ക് വെക്കണം. ആ നിലവിളക്ക് കത്തിച്ചുകൊണ്ട് ഉദ്ഘാടനം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ഞങ്ങൾ അവരുടെ ഇത് പ്രകാരം ഞങ്ങൾ നിലവിളക്ക് പരിപാടിക്ക് ഒരു അരമണിക്കൂർ മുമ്പാണ് നമ്മളോട് നിലവിളക്ക് വെക്കുന്നത്. എല്ലാവരും സെറ്റായതിനു ശേഷം നിലവിളക്ക് വെക്കാൻ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു, ഈ ഗ്രൗണ്ടിൽ നിലവിളക്ക് വെക്കാൻ പാടില്ല, ഇവിടെ വെക്കാൻ പാടില്ല എന്ന് GCDയുടെ ഭാരവാഹികളും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആളുകളും ഒന്ന് പറഞ്ഞതിന്റെ പുറത്ത് ഞങ്ങൾ സംഘാടകരോട് ചോദിച്ചു എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ തൽക്കാലം ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ഈ നിലവിളക്ക് സബ് സ്റ്റേജിലേക്ക് വെച്ചോളൂ, അവിടെ നിലവിളക്ക് കത്തിക്കൽ അവിടെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ആ നേരത്തെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെ കയ്യിലുള്ള ക്യൂ മാനേജേഴ്സ് ഞങ്ങൾ ഫ്രണ്ടിലൊരു ബാരിക്കേഡ് പോലെ വെച്ചു. പരിപാടി സ്റ്റാർട്ടായി. ഇത്തിരി കുറച്ച് ലേറ്റ് ആയിട്ടാണ് മാമൻ വരുന്നത്. വന്ന് കഴിഞ്ഞ് പരിപാടി തുറന്നു തൊട്ടുമ്പോ മാം വന്ന് അവിടെ ഇരുന്ന് രണ്ടാമതും അവിടുന്ന് എണീച്ച് മിനിസ്റ്ററിലേക്ക് പോകുന്ന നേരത്താണ് മാമിനെ ഈ പറയുന്ന ബാലൻസ് തെറ്റി താഴേക്ക് വീഴുന്നത്.